ഒരു കിച്ചൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരിക്കലും തുരുമ്പ് പിടിക്കുന്ന സാധനമല്ല. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇതിന് യാതൊരു പ്രശ്നവുമില്ല. ചെതലിൻ്റെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. കൗണ്ടർ ടോപ്പ് ഒക്കെ വാർത്തേക്കുന്ന കോൺക്രീറ്റ് വാർത്താണോ അല്ലെങ്കിൽ ഫെറോസിമെന്റ് സ്ലാബ്? ഇതിന്റെ കർക്കേസ് ഫുള്ള് ഫെറോസിമെന്റ് ആണ്. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുള്ള എല്ലാ ഡിവിഷൻസും ഫെറോസിമെന്റ് ആണ്. ഈ കാണുന്ന ബോർഡുകളൊക്കെയാണ് ഫെറോ ബോർഡുകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഫെറോസിമെന്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിനൊരു ഡോറ് കൊടുത്തിരിക്കുന്നു. എങ്ങനെ ഡോറ് കൊടുത്തു, ഏത് മെറ്റീരിയൽ വെച്ച് കൊടുത്തു, അതൊക്കെ നമുക്ക് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പ്ലംബിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫെറോസിമെന്റ് പ്രശ്നമാവോ? ഇല്ല, ഒരു പ്രശ്നമില്ല. നമുക്ക് കട്ട് ചെയ്ത് കയറ്റാൻ പറ്റും, സുഖമായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഫെറോസിമെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അലുമിനിയത്തിൽ അതിന്റെ ഡോറുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. നല്ല പെർഫെക്ഷനോട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ചോദിച്ചൊരു ടീമിനോട് ഏകദേശം 22 ലക്ഷം പറഞ്ഞു. ശരി. അതിൽ എനിക്ക് ഈ വർക്കുകളെല്ലാം കൂടെ 10 ലക്ഷത്തിന്റെ ഉള്ളിൽ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ഇന്റീരിയർ വർക്കും ചെയ്തെടുക്കാൻ പറ്റി. ചെയ്തെടുക്കാൻ പറ്റി. നമസ്കാരം. ഈ കാണുന്ന കിച്ചൺ ഫെറോസിമെന്റിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അത്രയും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ കിച്ചൺ, അതും ഫെറോസിമെന്റിൽ ബോർഡ് ചെയ്ത് കംപ്ലീറ്റ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. പൊതുവെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫെറോസിമെന്റ് ബോർഡുകൾ. കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഫെറോസിമെന്റ് ബോർഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കുറയുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നിങ്ങൾക്കറിയാൻ പറ്റാത്തത്. എങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ കിച്ചണിൽ നൽകിയിരിക്കുന്ന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കിച്ചൺ പരിചയപ്പെടുത്തുമ്പം ആദ്യം പരിചയപ്പെടുത്തേണ്ടത് കിച്ചൻ്റെ വലുപ്പമാണ്. അത്യാവശ്യം വലിയ വലുപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. 6.6 മീറ്റർ നീളവും 3.6 മീറ്റർ വീതിയുള്ള ഒരു വലിയ കിച്ചനാണ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത്. വൈറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു വൃത്തിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കളറാണ്. ഗ്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു കാം ഫീല് കൊണ്ടുവരുന്ന കളറാണ്. ആ ഒരു ഗ്രീൻ ടോണും വൈറ്റ് ടോണും മിക്സ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കിച്ചണിൽ നിൽക്കുമ്പം തന്നെ നമുക്ക് ഒരു വാവ് ഫീൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഹുഡ് ആൻഡ് ഹോബ് നൽകിയിട്ടുണ്ട്. നേരെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതിവിടെ സ്റ്റോർ റൂമാണ് കേട്ടോ. കംപ്ലീറ്റ് ഫെറോ സിമെന്റിൽ ചെയ്തിരിക്കുകയാണ്. ഇതാണ് സ്റ്റോർ റൂം ഏരിയ. നമുക്ക് അകത്തേക്ക് കയറി നിൽക്കാൻ സാധിക്കും. ഈ കാണുന്ന ബോർഡുകളൊക്കെയാണ് ഫെറോ ബോർഡുകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഫെറോ സിമെന്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിനൊരു ഡോറ് കൊടുത്തിരിക്കുന്നു. എങ്ങനെ ഡോറ് കൊടുത്തു, ഏത് മെറ്റീരിയൽ വെച്ച് കൊടുത്തു, അതൊക്കെ നമുക്ക് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടുന്ന് റെഫ്രിജറേറ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. റെഫ്രിജറേറ്ററിന് ഒരു കവറിങ് കൊടുത്തു. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതേപോലെ റോളിംഗ് ഷട്ടർ ഉണ്ട്. ഇതിനകത്താണ് മിക്സിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ ഷട്ടർ പൊത്തിച്ച് മിക്സി എടുക്കാൻ പറ്റും. അതിനുശേഷം ഇവിടെ ഇതേപോലെ അപ്പർ ക്യാബിനറ്റുകൾ വരുന്നു. മുകൾ ഭാഗത്ത് ലോഫ്റ്റുകൾ വരുന്നു. അതിലൊരു ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഗോൾഡൻ ഹാൻഡിലും നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് വരികയാണെങ്കിൽ വൈറ്റ്, ഫുൾ വൈറ്റ് കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നു. സെയിം വൈറ്റ് ഫിനിഷ് തന്നെ വാളിലേക്കും കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് വൈറ്റ്. അതിലൊരു പ്ലാന്റ് ഒക്കെ വെക്കുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇതേപോലെ ആ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ആവും. ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റിങ്ങും നൽകിയിരിക്കുന്നു. ഈ ഒരു എൻഡിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഒരു ഗ്ലാസ് ഡോറ് നൽകിയിരിക്കുന്നു. ടിൻഡഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഓവൻ വെക്കാനുള്ള ഒരു സ്പേസ് നൽകിയിരിക്കുന്നു. 2 ഡ്രോവറുകളും നൽകിയിട്ടുണ്ട്. ഇതാണ് ഓവറോൾ ഈ കിച്ചൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ എത്ര രൂപ വന്നു? ഫെറോസിമെന്റ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അതെത്രയാണ്? ഫെറോസിമെന്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ഞാൻ നിങ്ങളെ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തരാം. ചെയ്ത ആളുകൾ എൻ്റെ കൂടെ ഇവിടെ തന്നെയുണ്ട്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? മുമ്പ് നമ്മുടെ ഫെറോസിമെന്റിന്റെ വീഡിയോയിൽ ഇതേ മുഖം തന്നെയായിരിക്കും പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവുക. വെൽക്കം ബാക്ക് ടു മൈ ബെറ്റർ ഹോം. താങ്ക് യു. അന്ന് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പേരൊന്ന് പരിചയപ്പെടുത്തും. മജീഷ്, ഇന്റർഡക്കർ ഇന്റീരിയേഴ്സ് തൊടുപുഴ. യെസ്, ഇവർ ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതും ഫെറോസിമെന്റിന്റെ കാര്യത്തിൽ കേരളത്തിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമുകൾ കൂടെയാണ് അല്ലേ? സ്വന്തമായിട്ട് ഫാക്ടറി വരുന്നു. സ്വന്തമായി നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ഫിനിഷിങ്. സാധാരണ നമ്മൾ ഫെറോസിമെന്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, ഫെറോസിമെന്റിന്റെ ബോർഡുകൾ ആളുകൾ ബോർഡ് വർക്ക് മാത്രം ചെയ്തു പോകും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യൂല. അതിന്റെയൊക്കെ സൊല്യൂഷനുള്ള പരിഹാരമാണ് മഹീഷ് ഭായിയുടെ കമ്പനി. ഇവർ ഫെറോസിമെന്റിന്റെ ബോർഡും ചെയ്യും, ഇന്റീരിയർ ഫിനിഷിംഗും ചെയ്യും. ഈ കാണുന്ന കംപ്ലീറ്റ് രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കമ്പനിയാണ്.
ഇവിടെ നമ്മൾ ഡോർ ചെയ്തിരിക്കുന്ന അലുമിനിയം സെക്ഷനകത്ത് PVC വെച്ചാണ്. ഇത് കൂടാതെ നമ്മൾ ഏകദേശം 20ഓളം ഫിനിഷ് ഇതിനു വേണ്ടി ചൂസ് ചെയ്യുന്നുണ്ട്. അത് അലുമിനിയം സെക്ഷനകത്ത് PVC, ACP, UV അല്ലെങ്കിൽ നമുക്ക് സാധാരണ മൾട്ടിവുഡ് പോലെയുള്ള PVC ബോർഡുകളുണ്ട്. അതിനകത്ത് നമുക്ക് ലാമിനേറ്റ്സ് ചെയ്യാം. അതല്ലെങ്കിൽ WPCയിൽ ലാമിനേറ്റ്സ് ചെയ്യാം. 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ ലാമിനേറ്റ്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് PU ഫിനിഷ് ഉണ്ട്. അതിപ്പോൾ PU റൗട്ടഡ് ഉണ്ട്, ഗ്ലോസി മാറ്റൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് മെംബ്രെയിൻ ഫിനിഷ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അക്രിലിക് ചെയ്യാം, അക്രിലേറ്റ് ചെയ്യാം, ലാക്വഡ് ഗ്ലാസ് ചെയ്യാം, റാഫ്റ്റർ ചെയ്യാം. തിയറികൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് സാധനങ്ങൾ ഒന്ന് കാണിച്ചു തുടങ്ങാം അല്ലെ. നമ്മൾ ചെയ്ത ഡോറുകളൊക്കെ ഒന്ന് തുറന്ന് കാണിക്കുക, എന്താണ് അതിന്റെ അകത്തെ അവസ്ഥ എന്നുള്ളത്. ഇത് ഇപ്പൊ നമ്മളിവിടെ ടാൻഡം ബോക്സ് ചെയ്തിരിക്കുകയാണ്. ഫെറോസിമെന്റിൽ ടാൻഡം ബോക്സ് ചെയ്യാൻ പറ്റുമോ? ഇതേപോലെ ഡ്രോവറുകളൊക്കെ നമുക്ക് ഫെറോസിമെന്റിൽ ചെയ്യാൻ പറ്റും. ഇന്റീരിയറിൽ എല്ലാ ആക്സസറീസും നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇവിടെ എപ്പോടെ ആക്സറീസ് ആണ്, കാരണം നമ്മൾ എപ്പോടെ ഡീലറാണ്. ശരി, അതുകൊണ്ട് തന്നെ എപ്പോടെ ആക്സറീസ് ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മളിവിടെ ഒരു ഷട്ടർ ഡോർ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വന്നുമ്പോഴത്തേക്കും ഷട്ടർ ഡോർ ക്രമീകരിച്ചിട്ടുണ്ട്. ഓപ്പൺ ആക്കി നോക്കാം. ഇതേപോലെ നമ്മുടെ മിക്സി കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വെക്കുന്നത്. അതിന് നമ്മുടെ യൂസ് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ താഴെ ഇറക്കി വെക്കാൻ പറ്റും. കൂടാതെ നമ്മളിവിടെ ഫ്രിഡ്ജ് കൺസീൽഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ അലുമിനിയം സെക്ഷനകത്ത് PVC ബോർഡ് വെച്ച് തന്നെയാണ്. നല്ല രസമുള്ള ഒരു കളർ പാറ്റേൺ അല്ലെ, വൈറ്റും ഗ്രീനും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ചെയ്ത സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇവിടെ ഇവരൊരു ഐലൻഡ് കിച്ചൺ വേണമെന്നാണ് നമ്മളോട് ആദ്യം ആവശ്യപ്പെട്ടത്. പക്ഷെ എൻ്റെ ഒരു സ്പേസിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഈ വാളയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്തത്. ശരി, ഐലൻഡ് മാറ്റി അങ്ങോട്ടാക്കി. അതെ. ഇവിടെ നമ്മൾ ടാൻഡം ബോക്സ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. 3 ലെയർ ടാൻഡം ബോക്സ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. 3 നമുക്ക് ഇങ്ങനെ വലിച്ച് ഡ്രോവർ പോലെ തുറക്കാം. അതെ. കൂടാതെ ഇവിടെ ഒരു വയേർഡ് പുൾ ഔട്ട് 3 ലെയറിന്റെ ആണ്. അതെ, ഇതിന്റെ ഒക്കെ സ്ട്രക്ചർ ഫെറോസിമെന്റ് ആണ്. ശരി ശരി, ഇപ്പൊ അത് കവേർഡ് ആയി പോയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ, ഏതെങ്കിലും ഒരു ഡോർ തുറന്നാല്. ഇപ്പൊ ഈ കാണുന്ന ബോർഡുകളൊക്കെ ഫെറോസിമെന്റ് ബോർഡുകളാണ് വരുന്നത് അല്ലേ. ശരിക്കും ഈ ഫെറോസിമെന്റ് ബോർഡ് എന്ന് വെച്ചാൽ എന്താ, മെറ്റീരിയൽ എന്താ? ശരിക്കും ഈ ടെക്നോളജിക്ക് പറയുന്ന പേരാണത്. ആക്ച്വലി ഇതിനകത്ത് 3mm MS വയർ നമ്മൾ സാധാരണ ആർട്ട് സിമെന്റ്, സഡൻ സിറ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും സിമെന്റ് മതി. 3mm MS വയറും ചിക്കൻ മെഷും 20mm തിക്നെസ്സിൽ നമ്മുടെ പ്ലാന്റിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. നമുക്ക് പ്ലാന്റ് വരുന്നത് താമരശ്ശേരി ഈങ്ങാപ്പുഴയിലാണ്. അവിടെ നിന്നാണ് നമ്മൾ കാസർഗോഡ് വരെയുള്ള സർവീസും പാലക്കാട് വരെയുള്ള സർവീസും ചെയ്യുന്നത്. തൊടുപുഴയുള്ള ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ തൊടുപുഴയുള്ള പ്ലാന്റിൽ നിന്നാണ് പാലക്കാട് മുതൽ അങ്ങ് കന്യാകുമാരിയുള്ള സർവീസ്. 2 പ്ലാന്റുകളുണ്ട്. 2 പ്ലാന്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടറി ഇരിക്കുന്നത് തൊടുപുഴയാണ്. ഫാക്ടറിയിൽ നമ്മൾ എന്തൊക്കെ പരിപാടികൾ? ഫാക്ടറിയിൽ നമ്മൾ കട്ടിങ്, എഡ്ജോയിന്റിങ്, അതുപോലെ തന്നെ ബോറിങ്, പ്രസ്സിങ് എല്ലാം ഉള്ള യൂണിറ്റാണ് നമ്മുടെ. കൗണ്ടർ ടോപ്പ് ഒക്കെ വാർത്തേക്കുന്ന കോൺക്രീറ്റ് വാർത്താണോ അല്ലെങ്കിൽ ഫെറോസിമെന്റ് സ്ലാബ്? ഇതിന്റെ കർക്കേസ് ഫുള്ള് ഫെറോസിമെന്റ് ആണ്. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുള്ള എല്ലാ ഡിവിഷൻസും ഫെറോസിമെന്റ് ആണ്. മുകളിൽ കാണുന്ന ഒക്കെ ഫെറോസിമെന്റ്. മുകളിൽ കാണുന്ന എല്ലാ ലോഫ്റ്റുകളൊക്കെ എല്ലാം ഫെറോസിമെന്റ്, ഫുൾ ഫെറോസിമെന്റ്. ഡോർ മാത്രമാണ് നമ്മൾ ഈ അലുമിനിയം സെക്ഷനകത്ത് PVC ചൂസ് ചെയ്തിരിക്കുന്നത്. ഫെറോസിമെന്റ് ചെയ്യാൻ നിങ്ങളുടെ റേറ്റ് എത്രയാണ്? സ്ക്വയർ ഫീറ്റ് 75 രൂപയാണ് നമ്മൾ. 75 രൂപ. അതെ. ഈ പല സ്ഥലങ്ങളിലും ഫെറോസിമെന്റ് പല റേറ്റ് ഒക്കെ പറയുന്നത് കേൾക്കല്ലോ. അതിനകത്ത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, ഇത് കസ്റ്റമർ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർ ഫെറോസിമെന്റ് റേറ്റ് താത്തി പറയും. ഇപ്പൊ സപ്പോസ് 70 രൂപ പറയുന്ന ഒരാള്, ഇവര് കൊണ്ടുവരുന്ന സ്ലാബ് 500 സ്ക്വയർ ഫീറ്റ് ആണെന്ന് വെച്ചോ. 450 സ്ക്വയർ ഫീറ്റ് ഉള്ളിടത്ത് ഇവർ 500 സ്ക്വയർ ഫീറ്റ് കൊണ്ടുവരും. എന്നിട്ട് ഒരു 450 ഒക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് സ്ലാബ് ഉണ്ട് ഇവർ കട്ടിംഗ് വേസ്റ്റ് ആക്കി കളയും. കാരണം ഇവർക്ക് റിട്ടേൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർ 50 സ്ക്വയർ ഫീറ്റ് പൈസ ഓൾറെഡി ഇവർ കയറ്റി മേടിക്കും. 735 3500 അവിടെ കൂടി. ഞങ്ങൾ 5 രൂപ കൂടുതൽ പറയുന്നുള്ളൂ. ഒന്നാമത്തെ റീസൺ. ഈ രണ്ടാമത്തെ റീസൺ, പല വീടുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫെറോസിമെന്റ് വെച്ച് ഈ കബോർഡിന്റെ സ്ട്രക്ചർ എല്ലാം പണിയുമ്പോൾ ഈ ഫിറ്റി സൈഡ് വരുമ്പോൾ വലിയൊരു സ്ലാബ് വെച്ചാലും ഒരു വീട് ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 200 സ്ക്വയർ ഫീറ്റെങ്കിലും അങ്ങനെ കൂട്ടി അതിനകത്ത് അങ്ങനെ കയറ്റിയെടുക്കാൻ പറ്റും, അളവ് കയറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ തന്നെ എത്രയായി? 14,000 രൂപയായില്ലേ? അതായത് നിങ്ങൾ പറയുന്നത് ആദ്യം റേറ്റ് കുറച്ച് പറഞ്ഞിട്ട് മെറ്റീരിയൽ വേസ്റ്റേജ് കണ്ടമാനം കൂട്ടിയിട്ട് വേസ്റ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് റേറ്റ് അങ്ങനെ ഈക്വൽ ആക്കി കൊണ്ടുവരും. ടോട്ടൽ കോസ്റ്റ് കൂട്ടിയെടുക്കുക. നിങ്ങളെ കമ്പനിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മെഷർമെന്റും കൃത്യമായിട്ടുള്ള കോട്ടും ആദ്യമേ കൊടുക്കും. അതെ, അത് നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് വിസിബിലിറ്റി ആണ് നമുക്ക്. അതായത് നമ്മുടെ എസ്റ്റിമേഷൻ മുതൽ ബില്ല് വരെ കംപ്ലീറ്റ് ഈ നമ്മൾ കൊടുക്കുന്ന ഒരു ബില്ല് കസ്റ്റമർക്ക് അവരുടെ എഞ്ചിനീയറെ കൊണ്ടോ നമുക്കത് അവർക്ക് ക്രോസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും, എല്ലാ മെഷർമെന്റ് ഫുൾ ഡീറ്റെയിൽസ് വെച്ചാൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ 25 വർഷം ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഞങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് 2-2.5 വർഷമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും, ഒരു സൈറ്റിൽ പോലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സൈറ്റിൽ പോലും ആർക്കും ഇങ്ങനെ തെളിയിക്കാൻ പറ്റത്തില്ല ഈ സൈറ്റിൽ സ്ലാബ് ചേരിയുള്ള പരിപാടിയൊന്നും. അത് ശരിക്കും ഫ്രോഡ് തരം അങ്ങനെ കാണിക്കുന്നത്, ഒരാവശ്യമില്ലാതെ ചെയ്യുന്നൊരു പരിപാടി. അത് നിങ്ങൾ ചെയ്യുന്ന വർക്കൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണാൻ പറ്റില്ല? കാണാൻ പറ്റും, തീർച്ചയായിട്ടും കാണാം. ശരി, നിങ്ങളിപ്പം ഒരാള് നമ്മളെ ഫെറോസിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ പുള്ളിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. ആ ടെൻഷൻസ് ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒഴിവാക്കി കൊടുത്തൂടെ? അതെ, അതെങ്ങനെയാന്ന് വെച്ചാലേ, പലരും ഫെറോസിമെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെയാണ് പലരും ഫെറോസിമെന്റ് ക്ലയന്റിന്റെ ഒരു സ്ഥിതി അങ്ങനെയാണ്. പക്ഷെ നമ്മളെ സമീപിച്ച് കഴിയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ആദ്യം സൈറ്റ് വിസിറ്റ് ചെയ്യും, അതിന്റെ 2D ഡ്രോയിങ്സ് 3D ഡ്രോയിങ്സ് ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം ക്ലയന്റ്
ക്ലയന്റ് ഇത് കണ്ട് ഔട്ട്പുട്ട് കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും 3D 2D വേണ്ടി വരും. അഡ്വാൻസ് മേടിച്ചിട്ടല്ലേ നിങ്ങൾ ചെയ്യാം? അതെ അതെ അതെ. യെസ്, അതായത് ഒരു കാര്യം, നിങ്ങൾ ഫെറോ സിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ മഗീഷ് ഭായിനെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർ അയച്ചു തരും. അതിനുശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ കിച്ചണിലേക്ക് നിങ്ങൾ 2D 3D ഒക്കെ ചെയ്യും അല്ലേ? ചെയ്തു കൊടുക്കും. മാത്രമല്ല നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു അതിന്റെ എല്ലാം ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പറയും? ഈ വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കിച്ചണ് കൂടാതെ സ്റ്റോർ റൂം, ബെഡ്റൂം, വാർഡ്രോബ്സ്, ഡ്രസ്സിംഗ് ഏരിയ, വാഷ് യൂണിറ്റ്, TV യൂണിറ്റ്, ഇങ്ങനെയുള്ള വർക്കുകളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ വീടിൻ്റെ കിച്ചൺ മാത്രമല്ല, ഇന്റീരിയർ എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടുകാരൻ്റെ, അതായത് ഇവിടുത്തെ വീട്ടുകാരിയുടെ അനിയത്തി സ്വയം ഡിസൈൻ ചെയ്ത ഒരു പ്ലാനിലാണ് ഈ വീട് പണിതിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ അടുത്തൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റീരിയറും അതിൽ ഫെറോ സിമെന്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയാ ഇന്റീരിയർ, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കോമൺ വാഷ് യൂണിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വാഷ് ബേസിൻ ഏരിയ അല്ലെ, സ്റ്റെയർ കേസിന്റെ ഒരു സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു വാഷ് ബേസിൻ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ആണ്. അതെ 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 അതെ. കൂടാതെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ പറയുന്ന പോലെ ചാർക്കോൾ ആണ് പാനൽ. നല്ല രസമുണ്ട് ലൈറ്റ് വരുമ്പോഴേ, നല്ലൊരു ഗ്ലിറ്ററിങ് ഉണ്ട് അല്ലേ. മാത്രമല്ല ഇത് സെറ്റിംഗ് അടിപൊളിയാണ്. നോക്കി, അവിടെ ലാൻഡിങ്ങിന്റെ അടിയിൽ അവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ലാൻഡിംഗ് സ്പേസ് അവർ ടോയ്ലറ്റ് ആക്കി മാറ്റി. പിന്നെ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു പോർഷൻ ഒരു വാഷ് ബേസിൻ ഏരിയ ആക്കി വെച്ച്. ഈ പ്ലംബിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫെറോ സിമെന്റ് പ്രശ്നമാവോ? ഇല്ല, ഒരു പ്രശ്നമില്ല. നമുക്ക് കട്ട് ചെയ്ത് കയറ്റാൻ പറ്റും, സുഖമായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഈ ഒരു ഫിനിഷിലും ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഡോറ് കൊടുത്തേക്കുന്ന എന്താ? അലുമിനിയം സെക്ഷനകത്ത് PVC. അലുമിനിയത്തിൽ PVC ആണ് ചെയ്തത്. ഈ PVCയുടെ തിക്നെസ് എത്ര കൊടുക്കും? 3 mm. കൂടാതെ ഇവിടെ നമ്മൾ ഈ പാർട്ടീഷൻ നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളാ ചെയ്തിരിക്കുന്നത്. അപ്പൊ അല്ലറ ചില്ലറ ഇന്റീരിയർ വർക്കുകളും നിങ്ങൾ ചെയ്യും? അതെ, നമുക്ക് പോൺ ഫാക്ടറി ആണല്ലോ, അതുകൊണ്ട് എല്ലാ വർക്കും നമ്മൾ ചെയ്തേ പറ്റൂ. യെസ്, തീർച്ചയായും. ഇത് വീട്ടിലെ TV യൂണിറ്റ് ആണ്. ഇത് എന്ത് മെറ്റീരിയലാണ് ചെയ്തത്? ഇത് നമ്മൾ ഫുൾ അലുമിനിയത്തിനകത്ത് PVC വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ മഹേഷ് ഭായിയുടെ കമ്പനി ചെയ്തേക്കുന്ന വർക്കുകളാട്ടോ. അലുമിനിയത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അലുമിനിയത്തിൽ ചെയ്ത കറക്റ്റ് ആ വുഡൻ ഫീല് നമുക്ക് കിട്ടും അല്ലേ. ഇവിടെ ആ ഒരു ബോർഡർ ഒക്കെ കൊടുത്തേക്കുന്നത് ഈ ആർക്കിടെക്ചറും ഈ സെയിം പാറ്റേൺ തന്നെ നമ്മൾ കൊണ്ടുവന്നത്. സെയിം മെറ്റീരിയൽ തന്നെ കൊടുത്തു. അലുമിനിയം ആണോ? അത് അലുമിനിയം മെറ്റീരിയൽ തന്നെ ചെയ്തിരിക്കുന്നത്. അടിപൊളി, നല്ല രസമുള്ള ഒരു ലിവിംഗ് സ്പേസ് ആട്ടോ. ഇവിടുത്തെ സീലിംഗിന്റെ ഡിസൈൻ ഒക്കെ നോക്കൂ നിങ്ങൾ. ആ ഒരു ക്രോസ് കട്ടിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള കർവിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകളിൽ എന്താ ചെയ്തിട്ടുള്ളത്? ബെഡ്റൂമിൽ ഇവിടെ കിങ് സൈസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. സൈഡ് ടേബിളും ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡ് ലാമിനേറ്റ്സും ആണ്. യെസ്. വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഫെറോ സിമെന്റ് സ്ട്രക്ചർ, അലുമിനിയം സെക്ഷനകത്ത് PVC ഡോർ അന്ന് കണ്ടല്ലോ. ആണ്. ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഇവിടെ നമ്മൾ ഒരു സ്റ്റഡി ടേബിൾ, ഒരു ബുക്ക് ഷെൽഫ്, ഒരു ഡ്രസ്സിംഗ് ഏരിയ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഓപ്പൺ ഷെൽഫും നമ്മൾ അവിടെ കണ്ട സെയിം വുഡിന്റെ കണ്ടന്റ് തന്നെ ഇവിടെ കൊടുത്തു. ഫെറോ സിമെന്റിൽ ചെയ്തിരിക്കുന്ന ഷെൽഫും അതേപോലെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റഡി ടേബിളും ആണ്. വാർഡ്രോബ് എവിടെ ചെയ്തിരിക്കുന്നത്? വാർഡ്രോബ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് വാർഡ്രോബ് 4 ഡോറുള്ള വാർഡ്രോബ് ആണ്. ഫുൾ ഹൈറ്റിൽ വാർഡ്രോബ്, ഫുൾ ഹൈറ്റ്. ലോഫ്റ്റ് ഏരിയ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഓ ശരി ശരി. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഫെറോ സിമെന്റ് വെച്ച് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു. ഫെറോ സിമെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അലുമിനിയത്തിൽ അതിന്റെ ഡോറുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. നല്ല പെർഫെക്ഷനോട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ മെയിൻ കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്ത് കാര്യത്തിന്റെ ബേസ് ശരിയല്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ പ്രശ്നമാവും. സത്യം. അതായത് ഇതിന്റെ കേസ് കറക്റ്റ് ആയതുകൊണ്ടാണ് ഇതിന്റെ അലൈൻമെന്റിൽ കറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പല കേസിലും നമ്മൾ വേറെ ആൾക്കാർ ഫെറോ സിമെന്റ് ഇട്ട് നമ്മൾ ഡോർ ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾക്കുള്ള അനുഭവമാണത്. പിന്നെ നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് ലെവൽ ചെയ്ത് ഭയങ്കര രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ട്. അത് വേറൊരാളെ കൊണ്ട് നമ്മൾ ഫെറോ സിമെന്റ് ചെയ്യിച്ച് വേറൊരാളെ കൊണ്ട് നമ്മൾ ഡോറ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ പ്രശ്നമുണ്ട്. അതെ അതെ അതെ. ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ വർക്ക് അയാളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞത് ഓണർ ലാസ്റ്റ് കുടുങ്ങി. അപ്പോ ഈ ഒരു സംഭവമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഫെറോ സിമെന്റ് പ്ലസ് ഇവരുടെ തന്നെ ഷട്ടർ ഓപ്ഷൻസ് ആയിരിക്കും അല്ലെ. ഷട്ടർ ഒക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം എന്ത് കോസ്റ്റ് വരും? 600 രൂപ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഡോറിന്റെ ഏരിയ ആണ്. സ്ക്വയർ ഫീറ്റ് 600 രൂപ. അത് 1200 രൂപ വരെ. നമ്മൾ ആദ്യം എന്തൊക്കെ മെറ്റീരിയൽസ് അതിൽ വരും? അതിപ്പോൾ അലുമിനിയം സെക്ഷനകത്ത് ACP PVC UV ആണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. അതിന്റെ മുകളിലേക്ക് നമ്മൾ PVC ലാമിനേറ്റ്സ് വരുന്നുണ്ട്, WPC ലാമിനേറ്റ്സ് വരുന്നുണ്ട്, പ്ലൈവുഡിൽ ലാമിനേറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ PU മാറ്റോർ ഗ്ലോസി വരുന്നുണ്ട്, PU റൗട്ടഡ് വരുന്നുണ്ട്, പിന്നെ അക്രിലിക് വരുന്നുണ്ട്, അക്രിലേറ്റ് വരുന്നുണ്ട്, ലാക്വിഡ് ഗ്ലാസ്, മെംബ്രെയിൻ വരുന്നുണ്ട്, റാഫ്റ്റർ വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഫിനിഷസ് വരുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റഡി ടേബിളും ഒരു സിറ്റിംഗ് സ്പേസും ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം അലമാരയും ഡ്രസ്സിംഗുമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ശരി ശരി. പിന്നെ ഇത് കൂടാതെ ഇവിടെ വന്ന കുട്ടികൾക്കൊക്കെ ഇവിടെ ഇരുന്ന് പഠിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇവിടെ ഒരു ചെയർ ഇടാം. ഇവിടെ ഇരിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. ഇരുന്നാലൊന്നും ഫെറോ സിമെന്റിലൊന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കത്തില്ല.
രണ്ടാളിരുന്നാൽ എന്ത് സംഭവിക്കും? അതിനെന്താ സംശയം അതല്ലേ? യെസ്, ഫെറോസിമെന്റ് നല്ല നല്ല സ്ട്രെങ്ത് ഉള്ള ബോർഡാണ്. ആക്ച്വലി കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് തന്നെ ഫെറോസിമെന്റ് ബോർഡിൽ കിട്ടൂലേ? കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അത് നമ്മളെ ഈ വെർട്ടിക്കൽ കാല് കൊടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ അതെ, അതായത് ഈ കാല് നല്ല അകലത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് പ്രശ്നമാണത്. പ്രശ്നമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് അളവിൽ അളവിൽ തന്നെ കൊടുക്കണം. അതെ. അപ്പൊ ഇവിടെ നമുക്ക് പിള്ളേർക്ക് ഇരിക്കാനും പഠിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സാധനം ലാൻഡിങ്ങിൽ ചെയ്തു. നല്ല രസമുണ്ടല്ലേ ഇതിന്റെ സെറ്റിങ്ങും പ്ലാനും കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഓവറോൾ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വളരെ രസമാണ്. പിന്നെ റഫി, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെറോസിമെന്റ് എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു 1000 സ്ക്വയർ ഫീറ്റ് ബിലോ ഉള്ള വീടുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്, കുഞ്ഞു വീടുകള. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നുമല്ല. ഇതിപ്പോ 2600 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. ഇപ്പോ ഒരു 2000 to 2500 വരെയുള്ള വീടുകളിലെല്ലാം തന്നെ ഫെറോസിമെന്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഈ ഹാങ്ങിങ് ലൈറ്റ്സും സെറ്റപ്പ് ഒക്കെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും. ഇവിടെ നമ്മളൊരു ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് അലുമിനിയാണോ? അലുമിനിയത്തിൽ ഫുൾ ബോക്സ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഫെറോസിമെന്റ് ചൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്ക് ചെയ്താലേ നമ്മൾ ഫെറോസിമെന്റ് ചൂസ് ചെയ്താൽ പിന്നെ പാനൽ ചെയ്യുമ്പോൾ 2 സൈഡ് ചെയ്യണം. അതൊരു അഡീഷണൽ ചെലവാണല്ലോ. അതുകൊണ്ട് ഈ ചെറിയ വർക്കുകളൊന്നും നമ്മൾ അങ്ങനെ ചെയ്യില്ല. അലുമിനിയം നിങ്ങളുടെ അടുത്ത് ഉണ്ടല്ലോ? ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ 3 ഡോറിലൊരു വാർഡ്രോബും ലോഫ്റ്റ് ഏരിയയും കൂടി ചെയ്തിട്ടുണ്ട്. ശരി, ഇത് ഫെറോസിമെന്റ് തന്നെയാണ് സ്ട്രക്ചർ. ഫെറോസിമെന്റ് ചെയ്തേക്കുന്നതാണ്. ഒരു കൺസീൽഡ് ഡ്രോയിങ് എല്ലാം ഫെറോസിമെന്റ് ആണ്. അതിൽ നിങ്ങൾക്ക് ലാമിനേറ്റ് വേണ്ട, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലൈവുഡോ മൾട്ടിവുഡോ ഒന്നും വേണ്ട, ഫെറോസിമെന്റ് മാത്രം അല്ലേ? ഇതിനകത്ത് എങ്ങനെയാ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? എങ്ങനെയാ? ഇത് ഫെറോസിമെന്റ് നമ്മൾ ചെയ്തതിന് ശേഷം സിമന്റ് പ്രൈമർ അടിക്കണം, 2 കോട്ട് പുട്ടിയിടുക, വീണ്ടും സിമന്റ് പ്രൈമർ അടിക്കുക, അതിനുശേഷം ഡോറുകൾ ചെയ്യുക, ഏത് ഡോർ ആയാലും. അതിനുശേഷം ഫൈനൽ കോട്ടിൽ 2 എമൽഷൻ അടിക്കുക. നമ്മുടെ കൂടെ ഉള്ളത് ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് കബീർക്കയും ഫാമിലിയോ അല്ലേ? 3 മക്കളാണ് വരുന്നത് അല്ലേ? എന്താ മക്കളെയൊക്കെ പേരെന്താ? റയാൻ, ഓക്കെ. പിന്നെ വൈഫ് കബീർക്കയും അല്ലേ? വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എത്ര സമയമായി? ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു. 1 മാസമായി. നല്ല ഫ്രഷ്നെസ് തന്നെ ഇരിക്കുകയാണ് കിച്ചണും കാര്യങ്ങളും ഒക്കെ അല്ലേ? ഈ വീട്ടിലെ ഫെറോസിമെന്റ് ചെയ്യാന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് എത്തിയതിന്റെ കാരണം എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ മെയിനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മൈ ബെറ്റർ ഹോംസിന്റെ ഒരു വീഡിയോ 2 വർഷം നമ്മൾ കണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമുക്ക് ഇവരുടെ ഇങ്ങനെ ഒരു ഐഡിയയുടെ ഇൻസ്പിറേഷൻ നമ്മൾ തന്നെയാണ് തരുന്നത്. വന്നത്. തീർച്ചയായിട്ടും അതിനുശേഷം അവരെ കിട്ടി, അവരുടെ നല്ലൊരു സർവീസ് എല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. മഹേഷ് ഭായിയുടെ കമ്പനിയെ അതിനുശേഷം നിങ്ങൾ കണക്ട് ചെയ്തു അല്ലേ? അതിനുശേഷം കറക്റ്റായിട്ടെ അവരുമായിട്ടുള്ളൊരു ഡീലിങ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓപ്പണായിട്ട് പറയാൻ പറ്റും. അത് നമ്മൾ വിളിച്ച സമയത്ത് അവരുടെ ഫോണിൽ എടുക്കുന്ന രീതിയാണെങ്കിലും കൊട്ടേഷൻ തരുന്ന രീതിയാണെങ്കിലും സൈറ്റിൽ വരുന്ന രീതിയാണെങ്കിലും ഒക്കെ കറക്റ്റായിരുന്നോ? തീർച്ചയായിട്ടും കുറച്ച് ബിസിയുള്ള ആളാണ് നമുക്ക് അറിയാം. പക്ഷെ നമ്മളായിട്ടും എഗ്രിമെന്റും കാര്യങ്ങളും വർക്ക് തുടങ്ങുക എന്ന് പറഞ്ഞതിന് ശേഷം വളരെ പെർഫെക്റ്റ് ആയിട്ട് ടൈംലി കൊട്ടേഷൻ കിട്ടി, ടൈംലി ആള് വന്നു, ടൈംലി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിന് ആഫ്റ്റർ സർവീസ് അതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് വരാൻ 2-3 പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു. അവർ പെട്ടെന്ന് തിരുവല്ലേന്ന് നമ്മൾ ഇടവണ്ണ വരെ അവര് നെക്സ്റ്റ് ഡേയിൽ വന്നു. അത് വളരെ ഹാപ്പി ആയിരുന്നു. ഈ കിച്ചൺ എന്ന് പറഞ്ഞാലേ കുറച്ച് ലെങ്തി ആയിട്ടുള്ള കിച്ചണാണ്. വീതി കുറഞ്ഞിട്ടും ലെങ്തി കൂടുതലായിട്ട് ഏറ്റവും സൗകര്യം അത് തന്നെയാണെന്ന് തോന്നുന്നില്ല, ലെങ്ത് കൂടുതലാവുന്നതാണ്. പ്ലാനിങ് ആരാ ചെയ്തത്? നല്ല രസമുള്ള ഒരു പ്ലാനിങ് എന്റെ വൈഫിന്റെ അനിയത്തി തന്നെയാണ്. നിങ്ങൾ അനിയത്തിയാ ചെയ്തത്? പേരെന്താ? എന്താ ആർക്കിടെക്ട് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാണോ? എംആർക്കിന് പഠിച്ചോണ്ടിരിക്കുന്നു. ഓ ശരി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രോമിനിങ് ആയിട്ടുള്ള ഒരു കോളേജിലാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണിത് ചെയ്തത്. അത് ശരിക്കും ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഇവിടുത്തെ സെറ്റിംഗ് കണ്ടാൽ തന്നെ അറിയാം, പണി അറിയാവുന്ന ഒരാൾ പണിതാണ്. സ്ട്രക്ചറൽ വർക്ക് വേറെ ടീമായിരുന്നു. ആരാ ചെയ്തത്? അത് സ്പാൻ ആർക്കിടെക്ട് മുഹമ്മദ് ബഷീർ അരീക്കോട്. അവരാണ് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്തത്. ഇന്റീരിയർ ഇപ്പൊ ഇവരുടെ മഹേഷ് ഭായിയുടെ കമ്പനി ചെയ്തേക്കുന്നത്. കാരണം ബഡ്ജറ്റ് വളരെ ഒരു ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുക ചെയ്യാൻ പറ്റും. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഒരു 1.25 ലക്ഷത്തിലാണ് ഇതിന്റെ ഇത് ചെയ്തത്. ഫെറോസിമെന്റ് വർക്ക്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഇന്റീരിയർ കൂടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നൊരു ഭയം ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അലുമിനിയത്തിൽ ഞങ്ങൾ ആദ്യം ചോദിച്ചൊരു ടീമിനോട് ഞങ്ങൾക്ക് ഏകദേശം 22 ലക്ഷം പറഞ്ഞു. അതിൽ എനിക്ക് ഈ വർക്കുകളെല്ലാം കൂടെ 10 ലക്ഷത്തിന്റെ ഉള്ളിൽ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ഇന്റീരിയർ വർക്കും ചെയ്തെടുക്കാൻ പറ്റി. ഈ വീട്ടിലെ കംപ്ലീറ്റ് ഇന്റീരിയർ വർക്കിന്റെ കാര്യമായിട്ട് അവർ പറയുന്നത്. ഈ കസ്റ്റമർ എന്നുള്ള രീതിയിൽ വീട് വെച്ചിട്ട് നിങ്ങൾ ഹാപ്പിയാണോ? വളരെ വളരെ സന്തോഷമാണ്. ഹാപ്പിയാണ്. ഡ്രീമാണ്.
മെറ്റീരിയൽ ആരാ ചെയ്തത്. തീർച്ചയായിട്ടും 2-3 ടീം നമ്പർ സാറിന് വാങ്ങിച്ചു. ഓൾറെഡി വാങ്ങിച്ച് ഒരു ഫ്രഷ്നെസ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് സത്യം അല്ലേ? നമ്മൾ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ഉപയോഗിച്ച കളർ തീമാണോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണോ, ഭയങ്കര ടെൻഷൻ. നമ്മുടെ ഡിസൈനിൽ വന്ന ഈ സെയിം കളർ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. കറക്റ്റ് കളർ അവര് തന്നു. അതെ അതെ, എന്തായാലും കുടുംബം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇവിടെ താമസിക്കാൻ പറ്റട്ടെ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവരുടെ പ്രാർത്ഥനകളും വരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഫെറോ സിമെന്റിന്റെ വിശേഷങ്ങളായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. മഹേഷ് ഭായി, ലാസ്റ്റ് പോയിന്റ്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്രസ്ഡ് ആയിരിക്കുന്ന ഒരാള്, അയാളുടെ മനസ്സിൽ ഇനിയും ടെൻഷൻസ് ഉണ്ടാവും. നിങ്ങൾ വിളിച്ചാൽ തീർത്തു കൊടുക്കുമോ? തീർച്ചയായിട്ടും. ഏത് സ്റ്റേജിലാണ് വീട് നിങ്ങൾക്ക് തരണ്ടേ? നമ്മൾ വർക്ക് ചെയ്യേണ്ടത് പ്ലാസ്റ്ററിങ്ങിന് ശേഷമാണ്, ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങിന് ശേഷമാണ്. തേപ്പ് വരെ നമുക്ക് ചെയ്യാം. പക്ഷേ സ്ലാബ് അടിക്കണ്ട, കോൺക്രീറ്റ് ചെയ്യാം. ഇല്ല, ബ്ലാങ്ക് ആക്കി കിട്ടണം. റൂമെല്ലാം ബ്ലാങ്ക് ആക്കി കിട്ടണം, കിച്ചണും. കൂടാതെ നമുക്ക് പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് വിളിക്കുവാണെങ്കിൽ കൂടുതൽ കൺസൾട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസൈനിങ് ഒക്കെ നേരത്തെ ചെയ്യാൻ പറ്റും. ഇതേപോലെ ലൈറ്റ് അകത്തൊക്കെ കൊടുക്കണമെങ്കിൽ ഒക്കെ ഒരു പ്രൊവിഷൻസ് ഒക്കെ നിങ്ങൾ പറഞ്ഞുതരും, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. അതെ, അതിനുള്ള ഇലക്ട്രിക്കൽ പോയിന്റ് എല്ലാം ഇട്ട് കൊടുക്കണം. ഈ ഡ്രോവർ വെക്കണമെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഡ്രോവർ വേണമെന്ന് പറഞ്ഞാൽ മതി, അതിനനുസരിച്ചുള്ള ഡ്രോയിങ് ചെയ്തു കൊടുക്കും. കേരളത്തിൽ എവിടെയൊക്കെ നിങ്ങളുടെ സർവീസസ് കൊടുക്കാം? കേരളം നമ്മൾ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടല്ലോ, ഓൾ കേരള സർവീസസ്. പിന്നെ നമ്മൾ തമിഴ്നാട്, കർണാടക ഉണ്ട്, ഇപ്പൊ കോയമ്പത്തൂർ പണിയുന്നുണ്ട്, പിന്നെ ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ പണി തീർത്തിട്ട് പോകും. സൗത്ത് സൈഡ് കേരളയിലേക്ക് ഫെറോ സിമെന്റ് വേണമെങ്കിൽ ഇവരുടെ കമ്പനിയെ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഇപ്പൊ എത്ര വർഷമായി ഫീൽഡിലേക്ക് വന്നിട്ട്? ഞാൻ ഫീൽഡിൽ വന്നിട്ട് ശരിക്കും 25 വർഷമായി. 25 വർഷമായി. യെസ്. ഫെറോ സിമെന്റ് തന്നെയായിരുന്നു തുടക്കത്തില്? ഫെറോ സിമെന്റ് തന്നെയായിരുന്നു തുടക്കത്തിൽ. മറ്റൊരു പ്രത്യേകത നമ്മൾ പുതിയ പറഞ്ഞില്ല, ഞങ്ങള് 9000 അക്രോസ് ചെയ്ത് പോയി വീട്. 9,000 വീടുകൾ ഇത്രയും വർഷമായില്ലേ? 9,000 വീടുകൾ ചെയ്തു പോയി. റൈറ്റ്. എന്തായാലും അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇന്നിപ്പം ഫെറോ സിമെന്റ് മാത്രമല്ല കമ്പനിയിൽ ഇരിക്കുന്നത്, അലുമിനിയത്തിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്, മൾട്ടിവുഡ്, WPC ഒക്കെ ഉണ്ടോ? എല്ലാ പ്ലൈവുഡ്, എല്ലാ പ്രൊഡക്ഷൻ നമ്മുടെ കമ്പനിയിലുണ്ട്. കംപ്ലീറ്റ് ഇന്റീരിയർ സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഇവരോട് പറഞ്ഞാൽ, ഒരു ബഡ്ജറ്റ് ഞങ്ങളൊരു തുക പറഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളത്തില് ഒരു ഇന്റീരിയർ ഫ്രെയിമിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും മെറ്റീരിയൽ ഞങ്ങളുടെ കയ്യിൽ മാത്രമേ, തീർച്ചയായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് മെറ്റീരിയൽ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. ആക്സറീസ് ഏതാ യൂസ് ചെയ്യുന്നത് നിങ്ങൾ? നമ്മൾ എപ്കോ ആണ് ചൂസ് ചെയ്യുന്നത്. എപ്കോ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. 12 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് എല്ലാവർക്കും ഇനി ആവശ്യം ഉണ്ടാവും. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും ഞാൻ ഇതിനോട് കൊടുത്തേക്കാം. കാരണം നിങ്ങൾ ഇവർ ചെയ്യുന്ന എല്ലാ വർക്കുകളും എടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചോളൂ. ഫെറോ സിമെന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മഹേഷ് ഭായി നേരിട്ട് തീർത്തു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ.